ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് തുവരപ്പരിപ്പ് കൊണ്ട് നല്ലൊരു തീയൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ചുവന്നുള്ളി. തീരെ ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല, മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. തീയലായതുകൊണ്ട് അധികം മഞ്ഞൾപ്പൊടി വേണ്ട, 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളം കറക്റ്റായിരിക്കും. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിലൊരു 4 വിസിൽ വേവിക്കാം. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, പരിപ്പ് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, ആ ഒരു രീതിയിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ അത് വേകുന്ന സമയത്തിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചിരുകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 5 ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണിത് വറുക്കുന്നത്. തേങ്ങയിൽ ആവശ്യത്തിന് എണ്ണമയമുണ്ട്, അത് മതിയാവും. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. ഇപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഇത് മതി. ഇനി തീ ഏറ്റവും കുറച്ച് വെക്കുക. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൂത്തോന്ന് അറിയാനായിട്ട് ആ ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മൂത്തു എന്നാണ് അർത്ഥം. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല. കൂടുതൽ എരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല മുളക് പൊടിയും കൂടെ ഈ കൂടെ ചേർത്താൽ മതി. പൊടികൾ ചേർക്കുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷമേ ചേർക്കാവുള്ളൂ. അത് ചേർത്താൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. ആ തേങ്ങയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വരും. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ മൂത്ത് നല്ലൊരു മണം വരണം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളിയും അതുപോലെ തുവരപ്പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ടത് കടിക്കാൻ കിട്ടും പരിപ്പ്, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ആ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയാണ്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. ഇപ്പോൾ തീയലായതുകൊണ്ട് ചെറിയൊരു പുളി വേണം, എന്നാൽ ഒരുപാട് പുളി കൂടിപ്പോകാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് പാകത്തിനുള്ള പുളി ചേർക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ പുളിയുടെ ഒരു പച്ച ചുവയൊന്ന് മാറണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ പുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കും. ഇപ്പോൾ ഇതാ പുളി ചേർത്തിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചു, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തീയിലേക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ നല്ല മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ തേങ്ങ വറുത്തതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. അരപ്പ് ചേർക്കുന്ന കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. പരിപ്പായതുകൊണ്ട് ഇത് ഇരുന്ന് നന്നായിട്ടൊന്ന് കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേണം ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ അരപ്പ് ചേർത്തു, ആവശ്യത്തിന് വെള്ളം ചേർത്തു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ അരപ്പൊക്കെ അതിലേക്ക് നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ ഇനി ഇത് ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഒത്തിരി സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല തിള വന്നു കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് പിന്നെ ഇതിൽ തീയിൽ വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർക്കാം. ഇപ്പോൾ ഞാനൊരു 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ഒരു 6-7 എണ്ണം ചേർക്കാം. ഇനി ഇത് എണ്ണം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ചുവന്നുള്ളി നല്ലൊരു ബ്രൗൺ കളറാണ്. ഈ കൂടെ തന്നെ വറ്റൽമുളക് വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ച് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ ചുവന്നുള്ളിയുടെയും കറിവേപ്പിലയുടെയും കടുകിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ തീയൽ തയ്യാറായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. പരിപ്പൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു ചേരുവയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.